എത്ര ആരാ ഉള്ളത്? 500. 500 ഉള്ളു. പിന്നെ 1000 ആണെന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. ഇല്ല അതില്ല. എടാ മക്കളെ, എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല, ഞാൻ എഴുതി വെക്കത്തുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞതേ. താണ്ട പിടിച്ചു. സന്തോഷമായല്ലോ. അല്ല, വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഓൺലൈനായിട്ട് ഈ കളരി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു ഓഫറുണ്ട്. 2000 രൂപ മതി ഒരു ഫുൾ കോഴ്സ്. താല്പര്യമുണ്ട്? താല്പര്യമില്ല. നന്നായി വരും. ശരി. ആ അളിയ, എന്താ പിന്നെ? അന്ന് പുറത്തോട്ട് പോയി, ഇവിടെ അടുത്ത് തന്നെ പോയി. ആണോ? എന്താ പരിപാടി? എൻ്റെ ഒരു ശിഷ്യനാണ്. ശിഷ്യനാ? ഇവിടെ ക്ലാസ് എടുക്കാൻ പോണോ? ഇല്ല, പുലിയുടെ വീട്ടിൽ ക്ലാസ് എടുത്തപ്പോ അവൻ വന്നായിരുന്നു. അത് ശരി. അതിപ്പോ അവൻ വന്നേക്കുന്ന എവിടുന്നാ? അങ്ങ് നാഗർകോലിന്ന്. എന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നേക്ക. അനുഗ്രഹം ഒരു സംഭവം തന്നെ കേട്ടാ. അനുഗ്രഹം വാങ്ങിക്കാൻ വന്ന് അവിടെ നിന്ന്. എടാ, അതും കുറച്ചു കാലമേ എന്റെ ശിഷ്യനായിട്ടുണ്ടായിരുന്നുള്ളു. അത് കഴിഞ്ഞ് പിന്നെ അവൻ വേറൊരു ഗുരുക്കളുടെ കീഴിൽ കളരി പഠിക്കാൻ പോയി. അവിടെ അതെല്ലാം പഠിച്ചവൻ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം കളരിയിൽ അവന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയെന്ന് അവൻ പറഞ്ഞു. അന്നെന്താണ് പറഞ്ഞത്? കളരി ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ടോ? ബ്ലാക്ക് ബെൽറ്റ് അല്ല, റെഡ് ബെൽറ്റ്. ചുമ്മാ ഇതാണ് ഇവിടെ ഇങ്ങനെ കെട്ടുന്ന റെഡ് ബെൽറ്റ് അറിഞ്ഞൂടെ കളരിയില്? അയ്യേ, അത് കച്ച. കച്ചക്ക് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പറയുന്ന ബെൽറ്റ് എന്നാ, റെഡ് ബെൽറ്റ് എന്നാ. അവന്റെ ഒരു ഗുരുത്വടാ. ഞാൻ കുറച്ചു കാലേ പഠിപ്പിച്ചിട്ടുള്ളെങ്കിലും എന്റെ അടുത്ത് വന്ന ഒരു അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ള അവന്റെ ഒരു ഗുരുത്വ. ഞാനേ ഒരു മൂടി വരെയായിരുന്നു. എന്താ രണ്ടെണ്ണം അടിച്ചാലോ? ചോദ്യമാണോ ഇത്? വല്ലാത്തൊരു ബെദർ അല്ലേ അത്? നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? സാധനം ഇപ്പുണ്ടോ? സാധനം ഇല്ല. സാധനം അതോ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് വെളിയിലത്തെ സാധനം അടിച്ചാലും മതി തന്നെ. നമ്മളെ നാടൻ സാധനം കിട്ടും. കള്ള് കിട്ടും. സാധനം എനിക്ക് നല്ല സാധനം കിട്ടുന്ന ഷാപ്പ് അറിയാം. നമുക്ക് പോവാം. പൈസ ആര് കൊടുക്കും? പൈസ കോടീശ്വരനായിട്ടുള്ള കുഞ്ഞളിയുള്ളപ്പോ വേറെ ആരാ കൊടുക്കാൻ? അല്ല, അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ നിന്നും കോടീശ്വരൻ ഓക്കെയാണ്. അത് ഈ ദുബായിലല്ലേ? അതെ. ആ പൈസ ഇവിടെ എടുക്കുന്നില്ലല്ലോ ചേട്ടാ. അത് ദീർഘമല്ലയോ? കൊറേ കാലമായിട്ട് ദീർഘം ഉണ്ടെന്നും പറഞ്ഞോണ്ട് കണ്ടില്ലേ? അല്ല, അത് കണ്ട് അല്ല, നീ ആ ദീർഘം ഇങ്ങട് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി മാറത്തരാം. അണ്ണാ, ബാങ്കിൽ കൊണ്ടുപോയി മാറാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടെ? പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിന്നുനെ കെട്ടി ഞാൻ തിരിച്ച് ദുബായി പോകുമ്പം അത് ബാങ്കിൽ കൊണ്ടുപോയി മാറിയാ പിന്നെ അത് ഇന്ത്യൻ പൈസ ആവൂലേ? അത് ഞാൻ അവിടെ കൊണ്ട് എന്തോന്ന് കേട്ടു. അണ്ണൻ ഇതിന്റെ കാര്യത്തിന് സീരിയസ്നെസ് ആണ്. അണ്ണ എടുക്കും. അല്ല, എന്റെ കയ്യിലും കാശിലിടാ. ഞാൻ കുറച്ചു ദിവസമായി ഇവിടെ വന്നിട്ട് എന്റെ കയ്യിൽ നിന്നല്ല തീർന്നു പോയടാ. അടിക്കാനുള്ള മൂടും ആയല്ല. എനിക്കും അതുപോലെ തന്നെ അടിക്കാനുള്ള ഒരു വഴി എന്തുണ്ട്? ഇനി മാർഗമുണ്ടോ? ഇത് എനിക്കറിയാം. അണ്ണ മൊത്തം ഐഡിയയുടെ കൂമ്പാരമാണ്. നമുക്ക് പോവാം. അല്ല, നിക്ക്. അതെ, എന്റെ അളിയനുണ്ടല്ലോ രവിളി. ചുമ്മാരി അങ്ങനെ വിളിക്കാനൊന്നും എനിക്ക് വയ്യ. അല്ല, അങ്ങനെ ചോദിക്കൊന്നും വേണ്ട. നീ എന്നങ്ങ് എടുത്ത അങ്ങനെ പേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. എടുക്കണം. നീ അങ്ങനെ പെങ്ങളെ കെട്ടാൻ പോകുന്നല്ലേ? അപ്പൊ ആധികാരികമായിട്ട് എടുക്കാം. ചോദിച്ചാൽ യോഗ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തോ എന്റെ അണ്ണനല്ലേ? പിന്നെ എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങനെ എടുക്കും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എവിടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഞാൻ പറഞ്ഞുതരാം. എന്നാലും ചോദിക്കണ്ടേ? ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ഉറപ്പാണ്? ഉറപ്പാ. 100 വട്ടം. അകത്തോട്ട് പോകണം. എനിക്കെല്ലാം മൂടായി കഴിക്കാനുള്ള. തണുത്ത കള്ളുണ്ടെന്നാ പറയുന്നത്. അയ്യോ, പോവാം. അല്ല, പൈസ എടുക്കണമല്ലേ? പൈസ എടുക്കണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഇത് കുതിരപ്പുറത്ത് കയറുന്നതിന്റെ വിട്ടാ. ഞാൻ കേറിയിട്ടേ വിടൂ. അമ്മ ഇവിടെ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.